ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭൂതത്തങ്കട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇത്. ഞങ്ങളുടെ ആ യാത്ര അവിടെ തീരുന്നുണ്ടായില്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് പാണിയൽപോരിലേക്കാണ്. അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഇത് ഈ ചിത്രശലഭങ്ങൾ നിറയായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു എന്ന് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അതിൻ്റെ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നും അങ്ങോട്ട് അകത്തേക്ക് കയറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. എറണാകുളം ജില്ലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിട്ടത്. പെരുമ്പാവൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 73 കിലോമീറ്റർ അകലെയായിട്ട് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലായിട്ടാണ് നമ്മുടെ ഈ പാണിയേലിപ്പോര് ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗം കൂടിയാണിട്ടിത്. ഇതിനകത്തേക്കുള്ള എൻട്രൻസ് ഫീ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കുകളൊക്കെ നിരോധിച്ചിരിക്കണേന്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ കൊണ്ടുപോയാൽ തന്നെ നമ്മൾ അവിടെ കലസമായിട്ടൊക്കെ വലിച്ചെറിയാൻ പാടില്ല കേട്ടോ. ഇവിടെ നമുക്ക് നടക്കുന്ന വഴിയിൽ തന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഊഞ്ഞാലകളും റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏർമാടങ്ങളൊക്കെ കാണാം കേട്ടോ. ഏർമാടത്തിലാണെങ്കിൽ നമുക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 50 വയസ്സിന് മേലുള്ള മുതിർന്നവർക്കും നമുക്ക് അതിലേക്ക് കയറാൻ സാധിക്കില്ല കേട്ടോ. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണിത്. നമ്മൾ പോകുന്ന വഴിയിൽ ഇല്ലിക്കാടുകളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഈ കാട്ടാനിറങ്ങുന്ന സമയത്തൊക്കെ സേഫായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഇത്ര ദൂരം നടന്നത് ഈ പ്ലേസിലാണ് എത്തിച്ചേർന്നത്. ഇവിടെയാണ് നമ്മൾ സേഫായിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലം. നമുക്കൊന്ന് ഇനി എങ്ങനെയെങ്കിലും ഇതിലേക്കൊന്ന് ചാടിയാൽ മതി എന്നാവോട്ടെ ഈ നടന്ന് വന്നു കഴിയുമ്പോഴേക്കും. ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ട്. ചില ടൈമിന് പ്രവേശനം അനുവദിക്കില്ല കേട്ടോ. അവിടെ കൂടുതൽ വെള്ളം നിറയണ സമയത്ത് പിന്നെ തിരിച്ചു പോരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരങ്ങോട്ട് വിടാത്തത്. ഞങ്ങളിപ്പോൾ ചെന്ന സമയത്ത് പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയെങ്കിലും അവിടെ ഭയങ്കര ചൂടായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ പോന്നു. ഈ ഒരു ഏരിയ ആകുമ്പോൾ നമുക്ക് തണലത്ത് നല്ല സേഫായിട്ട് എൻജോയ് ചെയ്തൊക്കെ കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് കേട്ടോ തോന്നിയത്. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരം പോകുന്നതേ അറിയില്ല കേട്ടോ. ഇവിടെ നിന്ന് കയറാനേ തോന്നില്ല. ശരിക്കും അത് ഇവിടെ വന്ന് നേരിട്ട് അനുഭവിച്ചറിയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് സേഫായിട്ട് തോന്നിയിട്ടോ. കുട്ടികളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയ സ്പേസ് കൂടിയാണിത്. ഇവിടെ വെള്ളത്തിന് ഇത്തിരി ഫോഴ്സൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ്. ഇവിടെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാനായിട്ട് ഗൈഡും സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം കേട്ടോ. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് നമുക്ക് 8 to 4 ആണ് കേട്ടോ. 4 PM കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാലാണെങ്കിൽ 5 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇനി നമുക്ക് വെള്ളത്തിലൊക്കെ കളിച്ചതിന് നമുക്ക് ഫ്രഷ് ആവാനായിട്ട് ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് കോടനാടുള്ള ആന പരിശീലന കേന്ദ്രമായ അഭയാരണ്യത്തിലോട്ടാണ് കേട്ടോ. എല്ലായിടത്തും വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് ഇത്തിരി കൂടുതൽ തന്നെ ഉണ്ടാവും. ആനകളൊക്കെ തീറ്റിപ്പൂറ്റി കൊണ്ടുപോകാനായിട്ട് ഇത്തിരി കൂടുതൽ ചിലവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല കേട്ടോ. പറയുമ്പോൾ ഇതൊരു ആനത്താവളമായിട്ടൊക്കെ പറയുമെങ്കിലും ഡിയർ പാർക്കും ചിൽഡ്രൻസ് പാർക്കും മെഡിസിനൽ ബട്ടർഫ്ലൈ ഗാർഡൻസ് ഒക്കെ ആയിട്ട് പരിസ്ഥിതിനെയും വന്യജീവി മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന എറണാകുളത്തെ മെയിൻ ഒരു അട്രാക്ഷനായിട്ട് ഈ അഭയാരണ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഡിയർ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നല്ല മുളക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ ആനത്താവളം ഉള്ളത്. ഇപ്പം നിലവിൽ ശരിക്കും 7 ആനകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പല ഏജിലുള്ള ആനകളെ കാണാം കേട്ടോ. ഇവിടുത്തെ സീനിയറായിട്ടുള്ള ആനയുണ്ടാ സുനിത. ആനകളെ കണ്ടപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ ആനകൾക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെ ടിക്കറ്റ് കാശിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത്തിരി കൂടുതലാണെങ്കിലും അതൊക്കെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത്യാവശ്യമാണല്ലോ. കൂട്ടത്തിലുള്ള മെയിൻ ആളായിട്ടുള്ള അഭിമന്യു ആണ് കേട്ടോ ഇത്. ഓരോ ആനയുടെയും വിശദ വിവരങ്ങളടങ്ങിയ ഒരു ബോർഡ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അതിനകത്ത് നോക്കിയാൽ നമുക്ക് അതെല്ലാം വിശദമാക്കി മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ആനകളൊക്കെ രാവിലെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വഴി കൂടെയാണ്. ഇതിലെ പോയാലാണ് ആനകളെ കുളിപ്പിക്കുന്ന കടവ് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ദൂരം നമുക്ക് ചുറ്റിക്കറങ്ങി വരാനുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള മുളകൾ കൊണ്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, പക്ഷേ ഇത് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എക്കോ ടൂറിസം വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ആനപ്രേമികളായിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു പ്ലേസ് ആയിരിക്കും കേട്ടോ ഇത്. അവർക്കൊക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ തന്നെ പറ്റും കേട്ടോ. അടിപൊളി ഒരു പ്ലേസാണ് ഇത്. കണ്ടില്ലേ, ഇതാണ് രക്തചന്ദനത്തോട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഈ രക്തചന്ദനത്തോട്ടം കാണുന്നത്. നല്ല അടിപൊളിയാണ്. രക്തചന്ദനത്തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കേട്ടോ ആന കുളിപ്പിക്കുന്ന കടവൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ തോട്ടത്തിൻ്റെ തൊട്ടരികിൽ തന്നെ അവിടെ ആയിട്ട് തന്നെയാണ് നല്ലൊരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിള്ളേർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യത്തിൽ ഓക്കെയാണ്. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ പാർക്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്കുള്ള വഴി കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് നമുക്ക് ഫലവൃക്ഷ തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഒരു 70 ഇനത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പിള്ളേരൊന്നും അതൊന്നും ഒരു മൈൻഡും ഇല്ലാണ്ടാട്ടോ പോണത്. എന്തായാലും നല്ലൊരു ദീർഘശ്വാസം വലിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്. എന്തായാലും ഞങ്ങളെല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഇന്ന് എൻജോയ് ചെയ്തിട്ടോ. എല്ലാ പ്ലേസും അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.